നമുക്ക് പിന്നെ സമുദ്രത്തിൽ അകപ്പെട്ട ഒരു മനുഷ്യനെ പോലെ നമ്മൾ കഷ്ടം സഹിക്കുകയാണ്. നാല് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? തിരമാലകളുടെ ഗഹുരങ്ങളും തിരമാലയുടെ ഹുങ്കാരങ്ങളും കൊടുങ്കാറ്റിന്റെ ഇരമ്പലും മാത്രമേ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നുള്ളൂ. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു പറഞ്ഞു, നീ എന്താണ്? ഒരു സമുദ്രത്തിന്റെ മടിത്തട്ടിലും സമുദ്രത്തിൽ അകപ്പെട്ട ഒരു മനുഷ്യനാണ്. ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ സമാധാനത്തിന്റെ ഒന്നും കണ്ടെത്തുവാൻ കഴിയുന്നില്ല. ഒരു പ്രതിഫലനവും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നിങ്ങൾ കാണുന്നില്ല. അപ്പോൾ യേശുക്രിസ്തു പറയുന്നു, നീ എന്റെ അടുക്കലേക്ക് വരിക, ഞാൻ ഇതിനക്കരെ നിന്നെ കടത്തിക്കൊള്ളാം. ഒരിക്കൽ യേശുക്രിസ്തുവിനോട് കൂടെ അവന്റെ ശിഷ്യന്മാരുമായിട്ട് ചേർന്ന് ഒരു പടകിൽ യാത്ര ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അസാധാരണമായിരിക്കുന്ന കാറ്റും കോളും ഉണ്ടാവുകയാണ്. അവർക്ക് അക്കരെ കരപറ്റുവാൻ കഴിയാത്തവണ്ണം ദുസ്സഹമായിട്ട് വഞ്ചി മറിയുവാനുള്ള സമയമായിരുന്നപ്പോഴേ അവർ യേശുക്രിസ്തുവിനെ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുന്ന യേശുക്രിസ്തുവിനെ ഉണർത്തിയിട്ട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിരോധമില്ലയോ? ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ആ യേശുക്രിസ്തു ഉണർന്ന് കാറ്റിനോട് അടങ്ങുക എന്ന് പറഞ്ഞു. കടലെ നീ ശാന്തമാകുക എന്ന് കൽപ്പിച്ച മാത്രയില് കാറ്റും കടലും കൂടെ ശാന്തമായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ സമുദ്രത്തിൽ കൂടെ യാത്ര ചെയ്യുന്നവരെല്ലാം നമ്മളിതാ മലമുകളിൽ താമസിക്കുന്നവരാണ്. ഇവിടെ സമുദ്രവുമില്ല, തടാകവുമില്ല. എന്നാൽ നമ്മുടെ ജീവിതം എന്താണ്? ഒരു തടാകത്തിൽ, ഒരു കൊടുങ്കാറ്റില്, അല്ലെങ്കിൽ എന്താണ്, ഒരാഴിയുടെ സമുദ്രത്തിന്റെ നടുവിൽ കൂടെ കൊടുങ്കാറ്റിൽ ഉലയുന്ന ഒരു വഞ്ചിയിൽ, ജീവിതം എന്ന വഞ്ചിയിൽ നമ്മൾ ഉലഞ്ഞ് അകന്നു പോകുകയാണ്. നമുക്കൊരു സമാധാനം വേണമോ? നമ്മൾ നശിച്ചു പോകാതിരിക്കുവാൻ യേശുക്രിസ്തുവിന്റെ വിചാരമുണ്ട്. എന്നാൽ നിന്നെ രക്ഷിക്കുവാൻ കഴിയുന്ന, നാശത്തിൽ നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിപ്പാൻ നിനക്ക് മനസ്സ് വന്നില്ല. അതെ, അവരെന്താണ്? കഷ്ടമായിരിക്കുന്ന, കഠിനമായിരിക്കുന്ന അനുഭവത്തില് അവർ യേശുക്രിസ്തുവിനോട് വിളിച്ചപേക്ഷിച്ചു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? പ്രിയപ്പെട്ട, യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകല ആൾക്കാരെയും സമ്പൂർണ്ണമായിട്ടും രക്ഷിപ്പാൻ യേശുക്രിസ്തുവിന് കഴിയും.